ഇപ്പൊ നമ്മൾ നേരത്തെ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കൊച്ചു ബേബിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ ഡാൻസിന്, എന്താ പറയാനുള്ളത്? കൊച്ചു ബേബി വലുതാകുമ്പോ കൊച്ചു ബേബി പറയും. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം, തുടക്കം ഗംഭീരമായി. ശരിക്കും അഭിനയിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പിന്നെ അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ അറിയിപ്പോ അഭിനയിക്കും. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ശരിക്കും അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ല, ഞാൻ എന്റെ മോൻ വെച്ച് വേറെ ആളാണ് പോയി അഭിനയിക്കുന്നത്. ഞാനത് ചോദിക്കരുതായിരുന്നു. നീ ചോദിച്ചതിന് ഉത്തരം എന്തെങ്കിലും ചൂടെടുക്കുന്നു? ഒന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചതിന് ഉത്തരം എന്താ? എങ്ങനെ ചോദിക്കും? ഇതല്ലേ മറുപടി. ഡാൻസ് ആയിട്ട് എന്താ കുറവ്? എന്താ അവളുമായിട്ട് ഡാൻസ് എന്താ നിന്റെ പ്രശ്നം? നീ എന്നോട് പറ. അതെ, അതാ ഞാൻ ചോദിച്ചത്. ചിലപ്പോ ചേട്ടൻ ചേച്ചി പറയില്ല ഇട്ട് കൊടുത്തു എന്ന് പറ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഇട്ട് കൊടുത്തതാണോ എന്ന്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു കറന്റ്ലി ഉള്ള സിറ്റുവേഷൻ എന്താണ്? വിശേഷങ്ങളെ നേരത്തെ ചോദിച്ചപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മഴ, നല്ല മഴയുണ്ട്. പട്ടിക്കുട്ടികളെ വാങ്ങിച്ച് വളർത്താൻ ഭയങ്കര പാട്. വെളിയിൽ പോട്ടി ട്രെയിനിങ് ഒക്കെ വിടാൻ ഭയങ്കര പാട്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. മഴയായോണ്ട് അതാണ് ഇപ്പോഴത്തെ കുറച്ച് ഹെയറി ബ്രീഡ് ആയതുകൊണ്ട് വെളിയിൽ വിടാൻ പറ്റുന്നില്ല. ആണ്. ഓ, എന്ന് പറഞ്ഞാൽ ഉരുളിക്ക് ഉപ്പേരി പോലത്തെ ആൻസർ കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ചേട്ടാ ഒരു 2 മിനിറ്റ് മുമ്പ് ചേട്ടാ ഒന്ന് ആൻസർ പറയാം. ചേട്ടാ ഇൻട്രോവേർഡ് ആണോ? ശരിക്കും വേണ്ട. എന്റെ സൂര്യക്ക് ഇപ്പൊ എന്ത് പറഞ്ഞു? ഞാൻ ആൻസർ പറയണോ അതോ മിണ്ടായിരിക്കണോ? ഞാൻ പോയിട്ട് ചേട്ടന് ഫ്രീ മൈൻഡ് ആയിട്ടിരുന്ന് ആൻസർ ചെയ്യാം. പൈത്തുന്നൊക്കെ പറയാം. എന്താ ചോദ്യങ്ങൾ നിർത്തിയോ? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്.